ഇതിനകത്ത് ഒന്നെങ്കിൽ ഒരു ടീം മുമ്പോട്ട് പോവും, അല്ലെങ്കിൽ ഒരു ടീമും മുന്നോട്ട് പോവില്ല. കാരണം ഈ റൗണ്ട് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെഗാ പ്രൈസ് റൗണ്ട് വരുന്നത്. റെഡി? രണ്ടു പേർക്കും രണ്ട് ടീമിനും 2 ചോദ്യം ഉത്തരം പറയാൻ പറ്റില്ലെങ്കിൽ കളി ഇവിടെ അവസാനിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. റഷ്യയിലെ വ്ളാഡിവോസ്റ്റോക്കിൽ ജനിച്ച് സ്വെത്ലാന എന്ന പേരുണ്ടായിരുന്ന ഏത് നടിയാണ് പിന്നീട് സുബ്രഹ്മണ്യപുരം, ആമേൻ, നോർത്ത് 24 കാതം തുടങ്ങിയ സിനിമകളിലൂടെ പ്രശസ്തയായത്? ആലോചിച്ച് നോക്ക്, സിനിമയുടെ പേരുകൾ പറയാം. ഇപ്പൊ നമ്മുടെ ആ പറഞ്ഞ ഫസ്റ്റ് 2 ഡയലോഗ് വിട്ടോ, അതായത് റഷ്യയിലെ വ്ളാഡിവോസ്റ്റോക്കിലാണ് ജനിച്ചതെന്നുള്ളതും സ്വെത്ലാന എന്നായിരുന്നു പേരെന്നുള്ളതും ഒക്കെ വിട്ടേക്കും. പകരം 3 സിനിമകളുടെ പേര് പറയാം. അതായത് ആമേൻ, നോർത്ത് 24 കാതം, സുബ്രഹ്മണ്യപുരം. ഈ സിനിമകളിലൊക്കെ അഭിനയിച്ചു. പറയൂ പ്രസീത, ടേക്ക് എ ചാൻസ്. സ്വാതി അങ്ങനെ എന്തൊരു പേരല്ലേ? ആവാം. എന്ത് രീതിയിലാ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തെന്ന് പറഞ്ഞു? അല്ല, ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത് ഏത് രീതിയിലാന്ന് പറഞ്ഞല്ലേ? ചോദിച്ചു. സ്വാതി രംഗനാഥൻ. സ്വാതി രംഗനാഥൻ എന്നാണ് ഉത്തരം പറയണത്. തെറ്റം. സ്വാതി എന്നുള്ളത് പാതിയാണ്, ആ പാതി ശരിയാണ്. പക്ഷെ ഇനി ബാക്കി പാതിയും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞേക്കട്ടെ. സ്വാതി പ്രിയ ഇവള് പറഞ്ഞ നിങ്ങൾക്കറിയാലോ ഉത്തരം, ഓഡിയൻസിന് അറിയാം. അറിഞ്ഞൂടെ? സ്വാസ്തികയോ? അത് ശ്വാസിക, അത് വേറെ. സ്വാതി ഗാഡിയ. ആരാത്? 5 4 3 സ്വാതി ഷെട്ടി. ഷെട്ടിയല്ല, കുറച്ചെടുത്തത്. സ്വാതി സിംഗ്. സ്വാതി റെഡ്ഡി അല്ലേ? കറക്റ്റാണ് ഉത്തരം. പക്ഷെ കാര്യമില്ലല്ലോ, നേരത്തെ അത് പറ്റില്ല ചേട്ടാ, അതൊക്കെ നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് റെഡ് തന്നതല്ലേ. അതൊന്നും കുഴപ്പമില്ല. അപ്പൊ ഇനി ചാൻസ് ഉള്ളത് അവർക്കല്ലേ. തന്നേക്ക്, പാവങ്ങളാ. പോയിട്ട് കാര്യമില്ല. ഒരു 1/2 പോയിന്റ്. 1.5 പോയിന്റ് വെച്ച് പോകാൻ പറ്റില്ലല്ലോ. സ്വാതി റെഡ്ഡി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. ഫെൻസ് സിറ്റേഴ്സ് എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിന് തത്തുല്യമായ മലയാളം ശൈലി ഏതാണ്? ഫെൻസ് സിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളൊരു ഐഡിയ ഉണ്ടോ? ഫെൻസ് സിറ്റേഴ്സ്. ഐ ആം ഓൺ ദ ഫെൻസ്, ഐ ആം ഓൺ ദ ഫെൻസ് അബൌട്ട് ഇറ്റ്. പറഞ്ഞു. വേലി കിടക്കണ പാമ്പിനെ പാമ്പിനെടുത്ത് തലേ വെച്ചെന്നോ അങ്ങനെ എന്തോ? വേലി കിടക്കണ പാമ്പിനെടുത്ത് തലേ വെച്ചു, അങ്ങനെ ഒരു ഇതില്ലേ, കഴുത്തിലിട്ടു. അത് തെറ്റാണ്. അല്ല, വഴി ഫെൻസ്. അതുകൊണ്ടാണ് വേലി എന്ന് പറഞ്ഞത്. ഫെൻസ് സിറ്റേഴ്സ് എന്ന് പറയുന്നതല്ലോ എന്റെ അർത്ഥം. അത് തെറ്റാണ്. ഉത്തരം യുവർ ചാൻസ്. ഭയങ്കര എളുപ്പമല്ലേ? ഫെൻസ് സിറ്റേഴ്സ് എന്ന് പറയുമ്പോ എന്താണ്? ഐ എം ഓൺ ദ ഫെൻസ് അബൌട്ട് ഇറ്റ് എന്ന് പറയാറില്ലേ? ഐ എം ഓൺ ദ ഫെൻസ് അബൌട്ട് ഇറ്റ്, ഐ എം ലിറ്ററലി ഓൺ ദ ഫെൻസ് അബൌട്ട് ഇറ്റ് എന്ന് പറയും. സഞ്ജന, എവിടെ നമ്മളിങ്ങനെ ഒരു ഈ പറഞ്ഞ പോലെയാണ്. ഇപ്പൊ നേരത്തെ അവര് വേലിന്ന് എടുത്തതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെൻസ് എന്നുള്ളത് കേട്ടപ്പോഴാണ് അവർ വേലി എടുത്തത്. അപ്പൊ അതുപോലെ ആലോചിച്ച് നോക്ക്, അവർ ശരിക്കും പറഞ്ഞാൽ പോയ ഇത് റൂട്ട് മാറിപ്പോയെന്നുള്ളേ ഉള്ളൂ. പക്ഷെ അവര് പറഞ്ഞതുപോലെ അതൊരു പ്രയോഗമാണ് നമ്മളെല്ലാരും പറയുന്നത്. ഈ വേലി കിടക്കുന്ന പാമ്പിനെ എടുത്ത് തലയെ വെച്ചു എന്ന് പറയുന്നത് നമുക്ക് വേണ്ടാതെ കിടക്കുന്ന ഒരു വയ്യാവേലി എടുത്തു വെച്ചു, അതായത് വഴിയെ പോയ ഒരു വയ്യാവേലി നമ്മൾ സ്വന്തമാക്കി എടുത്തു എന്നുള്ളതാണ്. പക്ഷെ അതുപോലെ അല്ലല്ലോ, നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. ഫെൻസ് സിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫെൻസ് സിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ നേരത്തെ പറഞ്ഞ എന്താണ്, അവിടെ ഇല്ല ഇവിടെ ഇല്ല. അപ്പൊ അങ്ങനെയുള്ളതിനൊരു ഒരു പ്രയോഗമല്ലേ. ഇതിൽ കൂടുതൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല കേട്ടോ. 5 4 3 2 1 ഓഡിയൻസിന് ഉത്തരം അറിയാം അല്ലെ? നമുക്ക് ഉത്തരം പറയാം. ഞങ്ങളൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ പറഞ്ഞു, പക്ഷെ എനിക്ക് ഇനിയിപ്പോ ചാൻസ് തരാൻ പറ്റില്ല. പറഞ്ഞോട്ടെ. പറഞ്ഞു. ഈ ധർമ്മസങ്കടത്തിലാണ് എന്നല്ലാണോ? അല്ലല്ലേ, ഞാൻ പറഞ്ഞില്ലേ, ഫെൻസ് സിറ്റേഴ്സിന് ഒരു ഇതും കൂടി വേണ്ടേ, അതിനൊരു കറക്റ്റ് ലൈനും കൂടി വേണ്ടേ? അതായത് ഫെൻസ് സിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഐ എം ഓൺ ദ ഫെൻസ് അബൌട്ട് ഇറ്റ്. ഞാൻ ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്തിയില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഉത്തരം കയ്യാലപ്പുറത്തെ തേങ്ങ എന്ന് പറയും. കയ്യാലപ്പുറത്തെ തേങ്ങ എന്ന് പറഞ്ഞാലാണ് ഫെൻസ് സിറ്റേഴ്സ്. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഇനി ഷോ അവസാനിപ്പിക്കാനുള്ള സമയം.